നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എവിടെയാണെന്നറിയാം? ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യ തോറ്റു, മോദി കീഴടങ്ങി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അല്ലേ? അതെ. അദ്ദേഹം എവിടേക്കോ പോകുന്നു, പലപ്പോഴും പോകുന്നു, നമ്മൾ വാർത്തയാക്കാറുണ്ട്. പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവല്ലേ, ഭയങ്കര സെക്യൂരിറ്റിയിലല്ലേ പോകണ്ടേ? ആണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയെ മിനിഞ്ഞാന്ന് ബഹ്റിൻ വിമാനത്താവളത്തിൽ കണ്ടു. ബഹ്റിൻ വിമാനത്താവളത്തിലെ ഗേറ്റ് നമ്പർ 18A രാഹുൽ ഗാന്ധി നിൽക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ തനിച്ച് ഒരു ടീഷർട്ടൊക്കെ ഇട്ട് രാഹുൽ ഗാന്ധി തനിച്ച് നടന്ന് ഗേറ്റ് നമ്പർ 18B പോകുന്നു. അവിടെ പോയി ക്യൂവിൽ നിൽക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ലോകത്തെവിടെ പോയാലും വലിയ സുരക്ഷ കൊടുക്കുന്നതാണ്. ബഹ്റിനിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ബോഡി ഗാർഡ്സ് ഇല്ല, ഒന്നുമില്ലാതെ ബഹ്റിനിലെ എയർപോർട്ടിലൂടെ തേരാപാര നടക്കുകയാണ്. അവിടെ പോയി ക്യൂവിൽ നിൽക്കുക. 5-6 പേരൊക്കെ ക്യൂവിലുള്ളൂ. ആരോ പുള്ളിയെ പലരും ഐഡൻറ്റിഫൈ ചെയ്തില്ല, ആർക്കും അറിയില്ലല്ലോ ബഹ്റിനിൽ ആർക്ക് എന്തിനാ രാഹുൽ ഗാന്ധി. പിന്നെ തിരിച്ചറിഞ്ഞ ആരോ രാഹുൽ ഗാന്ധിയുടെ വീഡിയോ എടുത്തു. ആ വീഡിയോ ഇപ്പോൾ വൈറലാണ്. അപ്പോൾ വീഡിയോ നമുക്ക് പ്രഷർ കാണിക്കാം. രാഹുൽ ഇങ്ങനെ നടന്നു വരുന്നു, 18A ഗേറ്റ് കഴിഞ്ഞ് 18B പോകുന്നു. അപ്പോൾ എവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് പോയി എന്നറിയില്ല. ബഹ്റിൻ വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പണ്ട് ഇന്തോനേഷ്യയിൽ പോകുന്നു, തായ്ലൻഡിൽ പോകുന്നു ഒക്കെ അറിയാം. സമീപകാലത്തായി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വിയറ്റ്നാമായിരുന്നു. വിയറ്റ്നാം ചൈനയായിട്ട് നല്ല ബന്ധമുള്ള, ചൈനയുടെ സഹായം കൊണ്ട് നിലനിൽക്കുന്ന, ചൈന പക്ഷപാതികളായ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. രാഹുൽ ഗാന്ധിക്ക് ചൈനയോടുള്ള സ്നേഹം വിഖ്യാതമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും രാഹുലും കൂടെ ചൈനയുമായിട്ടൊരു കരാർ ഒപ്പിട്ടുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് ചൈന എന്ന് പറയുന്ന രാജ്യവുമായി കരാർ ഒപ്പിട്ടു. സിനുവിന് പോയി കരാർ ഒപ്പിടാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് എന്ത് സർവീസാണ് ചൈനയ്ക്ക് കൊടുക്കുക? രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ചൈനീസ് ഡ്രോണുകൾ കാണിച്ചു. കണ്ടില്ലേ, ചൈനയുടെ ഡ്രോൺ നല്ലതാണ് എന്ന് പറഞ്ഞ് ചൈനയുടെ ഡ്രോണുകളുടെ ഒരു ബ്രാൻഡ് അംബാസഡറെ പോലെ രാഹുൽ പ്രവർത്തിച്ചതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ്. അതെ. ആ ചൈന ലോക മാർക്കറ്റിൽ അവരുടെ ഡ്രോണുകളും അവരുടെ മിസൈലുകളും അവരുടെ ജെ സീരീസിലുള്ള വിമാനങ്ങളും അവരുടെ HQ-9 പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഡ്രോണുകൾക്ക് വേണ്ടി മോഡലായി രാഹുൽ ഗാന്ധി നിന്നു അല്ലേ? അപ്പോൾ ചൈനയോട് രാഹുൽ ഗാന്ധിക്കുള്ള പ്രതിപത്തി പണ്ടേ അറിയാം. ചൈനയോട് കൂറുണ്ട്. ചൈനീസ് എംബസി പോവും, അവരുമായി മുറിയടച്ച് ചർച്ച ചെയ്യും, ഇതൊക്കെ ചെയ്യും. പാകിസ്ഥാനെ സംബന്ധിച്ചും അദ്ദേഹത്തിന് വലിയ സഹതാപമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ വലിയ കഷ്ടമാണ്, പാകിസ്ഥാനെ നമ്മൾ സഹായിക്കണം, പാകിസ്ഥാനാണ് ലോകത്തെ ഏറ്റവും ജീവിക്കാൻ സുഖമുള്ള രാജ്യം എന്നൊക്കെ പോലും രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ദിവസം അത്ര ദൂരത്തൊന്നുമല്ല. ഏതായാലും രാഹുൽ ഗാന്ധി ബഹ്റിനിലെത്തി, ബഹ്റിൻ വിമാനത്താവളത്തിൽ നിൽക്കുന്നു. അപ്പോൾ എന്താ രാഹുൽ ഗാന്ധിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സെക്യൂരിറ്റി എവിടെ? സെക്യൂരിറ്റി അപ്പുറത്ത് മാറി നിൽപ്പുണ്ടാവും. വീഡിയോ എടുത്ത ആൾക്ക് കിട്ടാത്തതാവാം. കാരണം അവിടെ പുള്ളി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ സെക്യൂരിറ്റിയെ കൂടെ കൊണ്ടുപോകണം. രാഹുൽ ഗാന്ധി വിമാനത്തിൽ കയറുമ്പോൾ ബോഡി ഗാർഡ്സ് കൂടെ ഉണ്ടാവും. NSG അല്ലേ, NSG കമാൻഡോകളെയും CRPF ഒക്കെയാണ് കൊടുക്കുന്നത്. SPG അല്ലേ, SPG പ്രധാനമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി ഇതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തി മുങ്ങാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബ്ലിറ്റ്സിൻ്റെ എഡിറ്റർ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞത്. ഓർക്കുന്നുണ്ടല്ലോ? അതൊക്കെ നമ്മൾ വലിയ ചർച്ചയായ വലിയ വാർത്തയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് 2 മക്കളുണ്ട്. കൊളംബിയൻ ഡ്രഗ് കാർട്ടൽ, കൊളംബിയയിലെ മയക്കുമരുന്ന് മാഫിയയുടെ തലവനായ ആളുടെ മകളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അത് രാഹുൽ നിഷേധിക്കാൻ പോയിട്ടില്ല, കോൺഗ്രസ് നിഷേധിക്കാൻ പോയിട്ടില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. പക്ഷെ ബഹ്റിനിലേക്ക് ബഹ്റിനിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോകാനായിട്ടാണോ രാഹുൽ ഗാന്ധി വന്നത് അറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി മിനിഞ്ഞാന്ന് ബഹ്റിനിലിറക്കിയ അതേ ദിവസം ബഹ്റിനിൽ വേറൊരു സംഘം വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISIയുടെയും പാകിസ്ഥാനിലെ ഉയർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം. അവരെ നയിക്കുന്നത് പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മന്ത്രി എന്ന് വെച്ചാൽ ആഭ്യന്തരമന്ത്രി പോലെയാണ്. ആഭ്യന്തരമന്ത്രിയായ ഇൻറ്റീരിയർ മിനിസ്റ്റർ മൊഹസിൻ നഖ്വി അവിടെ വന്നിട്ടുണ്ട്, ബഹ്റിനിലുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനുള്ള മമത, ഈ യുദ്ധത്തിൽ പാകിസ്ഥാനാണ് ജയിച്ചതെന്ന് പറയുന്നു എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി ഇനി അദ്ദേഹത്തിൻ്റെ ഇഷ്ടസ്ഥലമായ ബഹ്റിനിൽ പോയി പുള്ളി ഒന്ന് റീചാർജ് ചെയ്ത്, ക്ഷീണിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, ഒന്ന് ബൂസ്റ്റൊക്കെ കഴിക്കുന്ന പോലെ പുള്ളി വിയറ്റ്നാമിലേക്ക് പോകും. വിയറ്റ്നാമിൽ നിന്ന് നമ്മുടെ കൊച്ചിയിൽ നിന്ന് വരെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്.
പിന്നെ ബഹ്റിനിൽ പോയിട്ട് വിയറ്റ്നാമിൽ പോകേണ്ട കാര്യമില്ല, ബഹ്റിനിൽ പോയിട്ട് പട്ടായ പോകേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇന്ത്യയിലെ മിക്കവാറും എയർപോർട്ടുകളിൽ നിന്നുണ്ട്. അപ്പോൾ ബഹ്റിനിൽ എന്താണ് രാഹുൽ ഗാന്ധിക്ക് പരിപാടി താല്പര്യം? അപ്പോൾ രാഹുൽ ഗാന്ധി വന്നിറങ്ങുന്നു. രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ ടെലിവിഷനിലെ താരമാണ്. കാരണം ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു പാകിസ്ഥാനാണ് യുദ്ധത്തിൽ ജയിച്ചത്. അപ്പോൾ പിന്നെ പാകിസ്ഥാന്റെ ഏറ്റവും ആരാധ്യ പുരുഷൻ രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അപ്പോൾ ഒരേ ദിവസം രാഹുൽ ഗാന്ധി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരില്ലാതെ ഇറങ്ങിയ ബഹ്റിൻ എയർപോർട്ടിൽ തന്നെയാണ് ISIയുടെയും പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഇന്റീരിയർ മിനിസ്റ്ററായ മൊഹ്സിൻ നഖ്വിയും വന്നിറങ്ങിയിരിക്കുന്നത്. അവർ കണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ അസ്വാഭാവികമാണ്. ഈ 2019 എല്ലാവരും പറഞ്ഞു രാഹുൽ ഗാന്ധി ആ തെരഞ്ഞെടുപ്പ് വരുന്നു, മോദി സർക്കാർ പുറത്തുപോയി, ഭരണം കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് കിട്ടുകയാണ് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് വലിയ കാമ്പയിൻ, രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി എന്നുള്ള കാമ്പയിൻ ഉണ്ടായ സമയത്തും രാഹുൽ ഗാന്ധി ബഹ്റിനിൽ ഉണ്ടായിരുന്നു എന്ന് ചില വാർത്തകളുണ്ട്. ആ സമയത്ത് പ്രധാനമന്ത്രി ആകാൻ പോവാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. വലിയ രാഹുലിന് അനുകൂലമായ തരംഗമാണെന്ന് എല്ലാവരും പ്രചരിപ്പിച്ച, മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് രാഹുൽ അവിടെ എത്തിയിട്ട് കുറേ റിയൽ എസ്റ്റേറ്റ് ഡീലുകളിൽ ഏർപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്തൊരു വാർത്തകൾ അന്നുണ്ടായിരുന്നു. അന്ന് ഈ റിയൽ എസ്റ്റേറ്റ് ഡീലുകൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നത് ഡി കമ്പനിയിലെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കമ്പനിയിലെ ചില ആളുകളുമായിട്ടും അന്ന് ചർച്ച നടത്തി എന്നൊരു അപവാദം പോലെ വാർത്ത വന്നിരുന്നു. പക്ഷെ അത് മുന്നോട്ട് പോയില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ഭാവി പ്രധാനമന്ത്രി തന്നെ ആകാനായിരുന്നു യോഗം. അതുകൊണ്ട് ആ കച്ചവടം നടന്നില്ല. പിന്നെ അളിയൻ്റെ ബിസിനസ്സും അറിയാമല്ലോ, അളിയൻ ഒന്നാം തരം, പ്രിയങ്കയുടെ ഭർത്താവ് ഒന്നാം തരം കച്ചവടക്കാരനാണ്. അപ്പോൾ അളിയൻ്റെ കൂട്ടുപിടിച്ച് ചില ബിസിനസ് ഡീലുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിന് ഡി കമ്പനി എങ്കിൽ ഡി കമ്പനി. ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയുടെ ശത്രുവാണെങ്കിൽ എന്താ? ഇന്ത്യയുടെ ശത്രുവാണെങ്കിൽ ഉറപ്പായും രാഹുലിൻ്റെ ഫ്രണ്ടായിരിക്കും, മിത്രമായിരിക്കും. അതെ, അങ്ങനെയാണല്ലോ നമ്മൾ കുറച്ചായിട്ട് കാണുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി പിന്നെയും ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഇതിനിടയ്ക്ക് 2 ആഴ്ച മുമ്പ് ഈ കഴിഞ്ഞ മാസം ആദ്യം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കേൾക്കാനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു സോറോസിൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതിന് രാഹുൽ ഗാന്ധി പോയിരിക്കാന്ന് പറഞ്ഞു. അത് കോൺഗ്രസ് നിശ്ചയിച്ചില്ല, രാജ്യമൊട്ടാകെ ചർച്ചയായി. ജോർജ് സോറോസിൻ്റെ മകൻ കല്യാണം കഴിക്കുന്നു. കല്യാണത്തിന് രാഹുൽ ഗാന്ധി മുത്തച്ഛനാണല്ലോ, വകേ മുത്തച്ഛനോ അങ്കിളോ എന്ത് മംഗളത്തിൽ ഒരു ബന്ധമുണ്ട്. ബുഡാപെസ്റ്റിൽ ജനിച്ച ജൂതനായ ഹംഗറിക്കാരൻ ജൂതനായ ജോർജ് സോറോസിൻ്റെ അടുത്ത ബന്ധുവാണ് ഇവരുടെ ഫോറി ആൻറ്റി എന്ന് പറയുന്ന BK നെഹ്റുവിൻ്റെ ഭാര്യ. അപ്പോൾ ആ ബന്ധുത്വമുണ്ട്. അപ്പോൾ ഏതായാലും ആ ബന്ധുത്വത്തിൻ്റെ പേരിലാണ് സോറോസ് മോദിയെ ഇറക്കാൻ വേണ്ടി $5000 കോടി മാറ്റിവെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയത്. ഇന്ത്യയിലെ പല സംഘടനകളും കോടതിയിൽ പോവുകയും സർക്കാരിന് EVM-നെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തത് ഈ ജോർജ് സോറോസിൻ്റെ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക പുതുക്കലുണ്ട്. 2003 ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ആളുകൾ അവരവിടുത്തെ ആ സംസ്ഥാനത്തെ പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം എന്ന് പറഞ്ഞ് ബീഹാർ മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ 80% പ്രോസസ്സ് എന്യൂമറേഷൻ ഫോമുകൾ കൊടുത്തു. ഈ മാസം 25-ാം തീയതി മറ്റാണ് ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് അത് പരിശോധിച്ചിട്ട് മാത്രമേ വോട്ടർ പട്ടികയിൽ നിലനിർത്തുള്ളൂ 2003 ശേഷമുള്ളവരെ. അതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതി കേസ് കൊടുത്തിരിക്കുന്ന ADR ആണ്, സോറോസിൻ്റെ സംഘടനയാണ്, ജോർജ് സോറോസിൻ്റെ സംഘടനയാണ്. ബീഹാർ ഇലക്ഷനിൽ ഈ വോട്ടർ പട്ടിക ഇൻറ്റൻസീവ് റിവ്യൂ ആണ് നടക്കുന്നത്. ആ റിവ്യൂ നടന്നാൽ ഇനി ബംഗാളിൽ വരും, ഡൽഹിയിൽ വരും, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വോട്ടർ പട്ടിക കാര്യമായി പരിശോധിച്ച് അനധികൃതമായി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള രാജ്യത്ത് പൗരന്മാരല്ലാത്തവരെ ഇഷ്ടം പോലെ ചേർത്തിട്ടുണ്ട്. അവരെയൊക്കെ നീക്കാനുള്ള നടപടി ആരംഭിക്കുമ്പോൾ മമതയ്ക്ക് പേടിയാണ്, കോൺഗ്രസിന് പേടിയാണ്. അവർ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഫണ്ട് ചെയ്യുന്നത് ആ നടപടിയെ ചെറുക്കാൻ വേണ്ടി നിയമയുദ്ധത്തിന് മണിക്കൂറുകൾക്ക് 20-25 ലക്ഷം വാങ്ങുന്ന വക്കീലന്മാരെ ഏർപ്പാടാക്കി കേസ് നടത്തുന്ന ഈ സോറോസിന്റെ സംഘടനയാണ്, ജോർജ് സോറോസിന്റെ സംഘടനയാണ്. രാഹുലിന്റെ ബന്ധം വളരെ വ്യക്തമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ബഹ്റിൻ വഴി എൻകൗണ്ടറാണ് പോയത്. ബഹ്റിനിൽ രാഹുൽ ഗാന്ധി വന്ന ദിവസം പാകിസ്ഥാന്റെ ISI ആർമി തലവന്മാരും അവിടുത്തെ ഇന്റീരിയർ മിനിസ്റ്ററും വന്നത് യാദൃശ്ചികമാണോ? ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ സർക്കാരിനെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ മണിശങ്കർ അയ്യർ പറഞ്ഞില്ലേ, പാകിസ്ഥാനോട് പറഞ്ഞു
മോദിയെ താഴെ ഇറക്കാൻ പാകിസ്ഥാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. മണിശങ്കർ അയ്യരെ അന്ന് തിരുത്താൻ സോണിയാഗാന്ധി തയ്യാറായില്ല, രാഹുൽ ഗാന്ധി തയ്യാറായില്ല. അത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് പറഞ്ഞില്ല. ഓർക്കുന്നുണ്ടല്ലോ? അതെ അതെ. അപ്പൊ പാകിസ്ഥാനെ എങ്കിൽ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കി ഈ സർക്കാരിനെ ഒന്ന് ഇറക്കിയിട്ട് എന്നെ ആ കസേരയിലോട്ടൊന്ന് ഇരുത്തോ, ഇതാണ് പറയുന്നത്. എന്നതിന് കാരണം ജനങ്ങൾ എന്നെ സമ്മതിക്കാം. സമ്മതിക്കുക. അതുകൊണ്ട് പാകിസ്ഥാൻ വലിയൊരു പട്ടാളമായിട്ട് വന്നിട്ട് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയിട്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി തരണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹിക്കുന്നതിന് GST ഒന്നുമില്ലല്ലോ. ഏതായാലും ബഹ്റൈനിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ബഹ്റൈനിൽ തന്നെ ഈ പറഞ്ഞ ടീമും ഉണ്ടായിരുന്നു. ബാക്കി കഥ കേന്ദ്ര സർക്കാരിനറിയാം. പക്ഷേ മോദി പലപ്പോഴും മൗനി ബാബയാണെന്ന് മോദിയുടെ വിമർശകർ പറയുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച കേസ് ആ പെറ്റീഷണർ വീണ്ടും അലഹബാദ് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അലഹബാദ് ഹൈക്കോടതിയിൽ പോയിട്ട് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ രേഖകൾ കിട്ടി, രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് എന്ന് അവർ സമ്മതിക്കുന്ന രേഖകൾ കിട്ടി എന്ന് പറഞ്ഞ് വീണ്ടും കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് സർക്കാർ അയച്ചു കൊടുത്ത ഡോക്യുമെൻറ്റും കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.